തുരുമ്പ് പിടിപ്പിക്കുന്ന പോലെയാണ്. നമ്മുടെ അവയവങ്ങളെ ദ്രവിപ്പിച്ച് കളയാനുള്ള ഒരു പിന്നെ പവർ ഉള്ള ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഷുഗർ നമ്മുടെ രക്തത്തിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പൊ അതിനെത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. മധുരം വന്നാൽ ഇൻസുലിൻ വരും, ഈ മധുരത്തിന് പിടിക്കും, ഒന്നുകിൽ അത് നമുക്ക് ഊർജമായി തരും, അതല്ലെങ്കിൽ കൊഴുപ്പായി കെട്ടിക്കിടക്കും. അപ്പോൾ കൊഴുപ്പായി വെക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ 2 മേജർ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൊഴുപ്പ് സൂക്ഷിച്ചു വെക്കുന്നത്. അതൊന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, മറ്റൊന്ന് വിസറൽ ഫാറ്റ് എന്ന് പറയും. ഇതിനെ കുറിച്ച് ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസറൽ കേട്ടിട്ടുണ്ട്. അപ്പൊ വിസറ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികാവയവങ്ങളെയാണ് വിസറ എന്ന് പറയാം. നമ്മുടെ ഹൃദയം, നമ്മുടെ കരള്, അല്ലെങ്കിൽ കിഡ്നി, നമ്മുടെ കുടല്, അല്ലെങ്കിൽ യൂട്ടറസ്, അണ്ടാശയം, ഓവറീസ് എന്ന് തൊട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരികാവയവങ്ങൾ, ഇന്റേണൽ ഓർഗൻസ് ആണ് സാധാരണ വിസറ എന്ന് പറയാം. അപ്പോൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്, പിന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തോലിന്റെ തൊട്ടടിയിലുള്ള ഒരു ലെയറാണ്. മസിലിന്റെയും പിന്നില് നമ്മുടെ അവയവങ്ങളെ ചുറ്റിക്കെടുക്കുന്നതാണ് വിസറൽ ഫാറ്റ്. മറ്റേത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആണ്. ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പായി മാറുന്ന സമയത്ത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആയി മാറിയാൽ കുഴപ്പമില്ല. ഇത് ഈ കാണുന്ന നീല കളറിലുള്ള ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, തോലിന്റെ തൊട്ടടിയിലുള്ള കൊഴുപ്പായാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വിസറൽ ഫാറ്റ് ആയി മാറുമ്പോൾ, നമ്മുടെ പിന്നെ ഇന്റേണൽ ഓർഗൻസിന്റെ ചുറ്റും കെടുക്കുന്ന കൊഴുപ്പാകുമ്പോൾ, നമ്മുടെ ലിവറിന് ചുറ്റും അല്ലെങ്കിൽ യൂട്രസിന് ചുറ്റും കെട്ടിക്കെടുക്കുന്ന കൊഴുപ്പാകുമ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, നമ്മുടെ ശരീരത്തില് സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനുള്ളില് കൊഴുപ്പ് കയറുന്ന സമയത്ത് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് നിറഞ്ഞു കഴിഞ്ഞാല് ഈ കോശം മറ്റൊരു കോശത്തിന് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ആകും, കുറെ കോശങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ അവയവങ്ങളെ ചുറ്റിക്കെടുക്കുന്ന ഫാറ്റില്, വിസറൽ ഫാറ്റില് കൊഴുപ്പ് കയറി കഴിഞ്ഞാൽ അതിങ്ങനെ വലുതാവുള്ളൂ. സബ്ക്യൂട്ടേനിയസിന്റെ പോലെ പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ളതിൽ തന്നെ ഇങ്ങനെ വീർത്ത് ചീർത്ത് വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വീർത്ത് വരുന്ന സമയത്ത് ഈ ഉള്ള സെല്ലിന് തന്നെ, ഈ കെടുക്കുന്ന കോശത്തിന് തന്നെ ഭയങ്കര പ്രഷറായി പോകും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെ എനിക്ക് പറ്റുന്നതിലും കൂടുതൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് വീർപ്പ് മുട്ടില്ലേ, ഭയങ്കര ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര പ്രഷറായിരിക്കും ഉള്ളിൽ, ഇന്റേണൽ പ്രഷർ. അപ്പൊ അതിതാ ഇവിടെ ഇതിന്റെ ബയോളജി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഈ സെല്ലിന്റെ ന്യൂക്ലിയസ്, അതിന്റെ പ്രധാനപ്പെട്ട സെന്ററാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ഒരു കോശത്തിന്റെ സെന്റർ. ആ സെന്ററിന് ഭയങ്കരമായിട്ടുള്ള പ്രഷർ കിട്ടണം, ഭയങ്കര പ്രഷറാണ്. അപ്പോ ആ പ്രഷർ കാരണം കൊണ്ട് സ്ട്രെസ് സിഗ്നൽസ് കൊടുക്കും, ശരീരത്തിനോട് പറയും എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട്, എന്നെ ആരോ ഉപദ്രവിക്കുന്നുണ്ട്, എന്നെ ഒന്ന് വന്ന് രക്ഷിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ രക്ഷിക്കാൻ പറയുന്ന സമയത്ത് ശരീരം നമ്മുടെ കുറച്ച് കോശങ്ങൾ അങ്ങോട്ടേക്ക് അയക്കും. നമ്മുടെ WBCs എന്ന് പറയും, നമ്മുടെ പോലീസുകാരാണ്, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്ന പോലീസുകാരാണ്. അപ്പൊ ഈ പോലീസുകാർ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വന്ന് ഈ കോശത്തിന് ചുറ്റും നിന്നിട്ട് വെടിവെക്കാൻ തുടങ്ങും. പോലീസുകാർക്ക് വെടിവെക്കാൻ അറിയുള്ളൂ, വെടിവെക്കാനോ അല്ലെങ്കിൽ ബോംബിടാനോ അറിയുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ സ്ട്രെസ്സിനെ അവര് അങ്ങനെയാണ് പരിഹരിക്കാൻ നോക്കുന്നത്. പക്ഷെ ആ വെടിയുണ്ട കൊണ്ട് പിന്നെ നശിച്ചു പോകാനുള്ള ബാക്ടീരിയയോ അല്ലെങ്കിൽ വൈറസോ അല്ല അവിടെ ഉള്ളത്. അവിടെ ഉള്ളത് എന്താണ്? വെറും കൊഴുപ്പിന്റെ അംശങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൊഴുപ്പിന്റെ അംശം
അങ്ങനെ ഒരു കെമിക്കൽ കാരണം കൊണ്ട് നശിച്ചു പോവില്ല. ഇപ്പൊ ഈ പോലീസുകാർ വെടിവെക്കുന്ന ഉണ്ടെന്ന് പറയുന്നത് പിന്നെ ഇന്റർലൂക്കൻസ് എന്ന് പറയും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന, നീർക്കെട്ട് ഉണ്ടാക്കുന്ന കുറച്ച് സിഗ്നൽസ് ആണ്, കെമിക്കൽസ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇവിടെ എന്തും ആ കൊഴുപ്പിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ആ കോശത്തിന് ചുറ്റുമുള്ള മറ്റു കോശങ്ങൾക്കും ചുറ്റുമുള്ള ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാല് ഇൻസുലിൻ വന്നാല്, ഇത് കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചായിട്ട് നിർത്തുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പോ ആ എല്ലാ കോശങ്ങൾക്കും ഞാൻ ഫസ്റ്റേ പറഞ്ഞു ഇൻസുലിൻ എന്തിനാണ് ആവശ്യം എന്നുള്ളത്. രക്തത്തിൽ നിന്ന് ഷുഗറിനെ എടുത്ത് നമുക്ക് ഊർജം തരാൻ. പക്ഷെ അങ്ങനെ ഊർജം തരണമെങ്കിൽ എല്ലാ കോശങ്ങൾക്കും ഇൻസുലിന്റെ ഒരു വാതിലുണ്ട്. ആ വാതിലില് ഇൻസുലിൻ പോയിട്ട് ഷുഗറിനെ പിടിക്കും, എന്നിട്ട് വാതിൽക്കൽ കൊണ്ടുവരും, എന്നിട്ട് ഉള്ളിലേക്ക് അയച്ചാൽ മാത്രമാണ് നമുക്കത് എനർജി ആവുള്ളൂ. അതല്ലെങ്കിൽ അവിടെ എനർജി നടക്കില്ല. അപ്പോൾ ഈ പോലീസുകാർ വന്ന് വെടിവെക്കുന്ന സമയത്ത് ഈ ഡോറുകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇൻസുലിന് ഷുഗറിന് എടുത്തിട്ട് വരും, പക്ഷെ ഇതിനെ എനർജി ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് രക്തത്തിൽ വിടാൻ പറ്റില്ല. കാരണം രക്തത്തിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കും, ഞരമ്പുകളെ നശിപ്പിക്കും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ എനർജി ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ഇതിനെ കൊഴുപ്പാക്കി മാറ്റും. അപ്പൊ വീണ്ടും ഇതിനെ കൊഴുപ്പാക്കി മാറ്റും. അത് ഈ കോശത്തിൽ തന്നെ വീണ്ടും കയറ്റും. അപ്പൊ ഒരിക്കൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താണ്? അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് കൂടി വരും. ഇതിൽ നിന്നൊരു പരിഹാരമല്ല, പുറത്തോട്ട് കടക്കാനുള്ള ഒരു പരിഹാരമല്ല. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. അപ്പൊ ഫസ്റ്റ് വരുന്ന ചോദ്യം, അപ്പൊ ഏറ്റവും ആദ്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഉത്തരം, കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള കാരണം നമുക്ക് ഈ വിസറൽ ഫാറ്റിൽ കൊഴുപ്പ് ചേർന്നു എന്നുള്ളതാണ്, അല്ലെ? സബ്ക്യൂട്ടേനിയസ് ഫാറ്റിലേക്ക് ചെല്ലാതെ വിസറൽ ഫാറ്റിലോട്ട് ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള പ്രധാന കാരണം നമ്മൾ ബാലൻസ് ഇല്ലാത്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിക്ക് അനുസരിച്ചല്ല നമ്മൾ എടുക്കുന്ന എനർജി. നമ്മൾ അധികമായി എനർജി എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അത്ര നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ തീരെ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഇൻബാലൻസ് വരുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ പെട്ടെന്ന് കുറേ മധുരം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശരീരം ടെൻഷനാവും. എന്നിട്ട് ഈ തോലിനടിയിലുള്ള സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനെ തെരഞ്ഞു പോകാനുള്ള സമയം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് രക്തത്തിൽ നിന്ന് മധുരത്തിനെ മാറ്റി വെക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ തൊട്ടടുത്തുള്ള അവയവങ്ങൾക്ക് പോയിട്ട് പെട്ടെന്ന് അതിനെ എടുത്തിട്ട് ചേർത്ത് വെക്കും. ഇപ്പൊ മനസ്സിലായോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് ഒരിക്കൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ഈ ഇൻഫ്ലമേഷൻസ് കണ്ട, ഇത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ആണ്. ഇവർക്ക് കുറച്ച് കിട്ടുമ്പോഴേക്കും എന്താകും? പുതിയ കോശങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ടെൻഷൻ ഇല്ല, സ്ട്രെസ് ഇല്ല. അപ്പൊ ഇവിടെ പോലീസുകാർ കുറവാണ്. ഈ ഇടയിൽ കാണുന്ന ചെറിയ പിന്നെ കോശങ്ങൾ കണ്ട, ഇതാണ് പോലീസുകാർ. അത് വളരെ കുറവാണ്. എല്ലാവർക്കും കാണുന്നുണ്ടോ? ഇതാണ് വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റ് ഇങ്ങനെ വലുതായി വീർത്ത് ചീർത്ത് വരും. അതുകൊണ്ട് തന്നെ ടെൻഷൻ കൂടുതലാണ്. അപ്പോ അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രെസ് കൂടുതലാണ്. അപ്പോ ഇവിടെ ചുറ്റും പോലീസുകാർ കൂടുതലായി അടിഞ്ഞുകൂടിയത് കണ്ട. അപ്പോ ഇവിടെ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് കൂടുതലായിരിക്കും. അപ്പോ അതാണ് സംഭവിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരം നമ്മൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വ്യത്യാസവും വരുത്തുന്നില്ലെങ്കിൽ
നമ്മൾ ഒന്നുകിൽ പിന്നെ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അളവ് നമ്മൾ കുറക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡിന്റെ ടൈപ്പ് നമ്മൾ മാറ്റുന്നില്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമല്ല, ഇത് പോകെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് കയറിക്കൊണ്ടേയിരിക്കും. അത് ചിലവർക്ക് പിന്നെ ലിവറിലാണ് ഫസ്റ്റ് തന്നെ കൊഴുപ്പ് അടിയുന്നത്. ഇപ്പൊ എനിക്ക് കുറച്ച് എൻ്റെ അത്ര ഹൈറ്റ് മറ്റൊരാൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ എന്നെക്കാളും ഹൈറ്റ് മറ്റൊരാൾക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വരുന്ന സ്ഥലത്തായിരിക്കില്ല മറ്റൊരാൾക്ക് കൊഴുപ്പ് വരുന്നത്. എനിക്ക് ചിലപ്പോൾ എൻ്റെ ചെസ്റ്റ് ഭാഗത്തായിരിക്കും എനിക്ക് ഫസ്റ്റ് കൊഴുപ്പ് വരുന്നത്. മറ്റു ചിലവർക്ക് പിൻഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ബട്ടക്സിലായിരിക്കും ഫസ്റ്റ് കൊഴുപ്പ് അടിയുന്നത്, അല്ലെങ്കിൽ ചിലവർക്ക് തൊടയിലായിരിക്കും. അല്ലേ? എല്ലാവർക്കും ഡിഫറെന്റ് അല്ലേ? അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ശരീരത്തിൽ എവിടെ ഫസ്റ്റ് കൊഴുപ്പ് അടിയുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് വന്നതിന് ശേഷം നമുക്ക് പറയാം. ഒരു ചിലവർക്ക് ലിവറിൽ, കരളിലായിരിക്കും ഏറ്റവും ആദ്യം കൊഴുപ്പ് കെട്ടടിയുന്നത്. മറ്റു ചിലവർക്ക് പെട്ടെന്ന് യൂട്ടറസിലായിരിക്കും, മറ്റു ചിലവർക്ക് ഓവറീസിലായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ആദ്യം എവിടെ നിറയുന്നുവോ ഈ കൊഴുപ്പ് നിറഞ്ഞ് അതിൽ നിന്നും ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ട് ഉണ്ടായി, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടായി, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് വരുന്നു. അതിനനുസരിച്ച് നമ്മൾ എന്ത് പറയും? ഓരോ രോഗങ്ങളുടെ പേരുകൾ പറയും. ഇപ്പോ കരളില് ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് പറയാ? ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ പറയും. ഇനി അണ്ടാശയത്തിൽ കൊഴുപ്പടിഞ്ഞ് പിന്നെ ആ ഒരു അണ്ടാശയത്തിൽ കൊഴുപ്പടിഞ്ഞ് പിന്നെ അവിടെ സിസ്റ്റുകൾ വരെയാണ്, ഫൈബ്രോയിഡ്സ് വരെയാണ്, ഹോർമോണൽ ഇംബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ അതിന് എന്താണ് പറയാ? ആ രോഗത്തിന് എന്താണ് പറയാ? PCOD എന്ന് പറയാം. ഇനി അഥവാ ഈ പറയുന്ന അവയവങ്ങളിലൊക്കെ തന്നെ കൊഴുപ്പ് അടിഞ്ഞ് ഇനി കൊഴുപ്പ് കയറാൻ സാഹചര്യം വരുന്നില്ല, സാഹചര്യം ഇല്ല, ശരീരത്തിന് വേറെ എവിടെയും കൊഴുപ്പിനെ കയറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ രക്തത്തിൽ തന്നെ മധുരം കെട്ടിക്കെടുക്കുകയാണ്. ആ ഒരു അവസ്ഥയെ നമ്മൾ എന്താണ് പറയാ? ഷുഗർ. ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലേ? മനസ്സിലാവുന്നു? അപ്പോ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ പലതരത്തിലുള്ള രോഗങ്ങൾ. പ്രഷറും അങ്ങനെ തന്നെ വരുന്നതാണ്. സാറേ, ഇതൊക്കെ കുട്ടികളിലും ഇതൊക്കെ ഈ രീതിയിലൊക്കെ തന്നെയാണോ? 14-15 വയസ്സ് വരുന്ന കുട്ടികൾ? തീർച്ചയായും. ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു ഭക്ഷണം പോലും നമുക്ക് പാക്കറ്റിലല്ലാതെ നമ്മൾ കിട്ടുന്നില്ല. അത് അരിയാണെങ്കിലും ശരി, തൈരാണെങ്കിലും ശരി, പാലാണെങ്കിലും ശരി, എല്ലാം നമ്മൾ പാക്കറ്റിൽ നിന്നല്ല വാങ്ങുന്നത്. പയറ്, കപ്പ, ഫ്രൂട്ട്സ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ട് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പൊ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അൾട്രാ പ്രോസസ്ഡും ആയിട്ടുള്ള എത്രയോ ഫുഡുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്ക്കറ്റുകളൊന്നും നമ്മൾ കഴിക്കുന്നതിന് കണക്കും കൈയൊന്നും ഇല്ലല്ലോ, ഇല്ലേ? ബിസ്ക്കറ്റ് കഴിക്കുന്നതിനെ കുറിച്ച് നമ്മളൊന്നും വിചാരിക്കാറ് പോലുമില്ല. അതൊരു മോശമാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ പിന്നെ ഫുഡിൽ ഒരു ഇൻബാലൻസ് ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല. നമ്മളത് ഇപ്പൊ പലവരും നമ്മൾ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കും ഫുഡിനെ കുറിച്ച് ഇനിയും പഠിക്കുന്നതും, അല്ലെങ്കിൽ ഓരോ ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ കുറിച്ച് പഠിക്കുന്നതൊക്കെ ഇപ്പൊ അടുത്തായിരിക്കും, അല്ലേ? അപ്പൊ കുട്ടികൾക്കും ഇപ്പോ അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡി, 5 വയസ്സ് തൊട്ട് തന്നെ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടായി വരുന്നുണ്ട്. 5 വയസ്സ് തൊട്ട് തന്നെ. ആക്സിഡന്റിൽ മരണപ്പെട്ട കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നോക്കുന്ന സമയത്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. 5 വയസ്സ് തൊട്ട് തന്നെ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 28 വയസ്സ് അല്ലെങ്കിൽ 32 വയസ്സിലൊക്കെ തന്നെ എന്ത് വരുന്നത്? ഹാർട്ട് അറ്റാക്ക് വരുന്നത്, കുഴഞ്ഞു വീഴുന്നത്, സ്ട്രോക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോ കഴിക്കുന്ന രീതിയിൽ നമ്മൾ കഴിക്കുന്നത്, നമ്മൾ എന്താണ് കഴിക്കുന്നത്, ഫുഡ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വരണം. ഇപ്പോ അടുത്ത് തന്നെ എനിക്ക് എൻ്റെ അടുത്ത പരിചയത്തിലുള്ള തന്നെ ഒരു 10-ലേറെ പേർക്കായി ക്യാൻസറിന്റെ ന്യൂസ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ
സർവ്വസാധാരണമായി മാറാണ് ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ എല്ലാവരും പറയും ഫോണിലൂടെയാണ്, അല്ലെങ്കിൽ റേഡിയേഷൻ കാരണം കൊണ്ടാണ്, വെള്ളം നല്ലതല്ല, അത് നല്ലതല്ല, ഇത് നല്ലതല്ല. പക്ഷെ ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും മെയിൻ ആയിട്ട് ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിലുള്ള ഈ ഒരു മെറ്റബോളിക് ഇഷ്യൂ കാരണം കൊണ്ടാണ്, ഈ ഒരു ഇൻബാലൻസ് കാരണം കൊണ്ട് വരുന്നതാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിരുവിട്ട വളർച്ചയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ അതെപ്പോഴും ശരീരം തടഞ്ഞുകൊണ്ടിരിക്കും, നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരം എപ്പോഴും വളരുന്നുണ്ട്, അതിരുവിട്ട വളർച്ചയെ ശരീരം നിയന്ത്രിക്കും. ആ നിയന്ത്രണം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ ഈ ഫുഡ് തന്നെയാണ് 70% നമ്മുടെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ നമുക്ക് പേടിയുള്ള ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്, അല്ലെ? കൊഴുപ്പല്ല ശരിക്കും നമ്മുടെ ശരീരത്തില് കൊഴുപ്പായി കെട്ടിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവം ഉണ്ടാക്കുന്ന കൊഴുപ്പ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിൽ നിന്നല്ല ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന മധുരങ്ങള് കൊഴുപ്പായി മാറുന്ന ഞാൻ മുന്നേ പറഞ്ഞിരുന്നില്ലേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന അന്നജമാണ് ശരിക്കും വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പായി മാറുന്നത്. ഇപ്പോ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്, മില്ലറ്റ്സ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വീറ്റ് എന്ന് പറയുന്നതോ ഒക്കെ ചിലപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായിരിക്കാം, അല്ലെങ്കിൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എത്ര പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലോട്ട് മധുരം എത്തുന്നു, അല്ലെങ്കിൽ രക്തത്തിലോട്ട് മധുരം എത്തുന്നു എന്നുള്ളത് ചിലപ്പോൾ പിന്നെ വളരെയധികം സമയം എടുത്തിട്ടായിരിക്കാം വരുന്നത്. പക്ഷെ എന്തില്ല, കാര്യമല്ല. കാരണം നമ്മുടെ അതിനുള്ളിലുള്ള പോഷകമാണ് നമ്മുടെ ശരീരത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് എത്തുക. അപ്പൊ 72 അല്ലെങ്കിൽ 75%, 80% ഒക്കെ മധുരം തന്നെയാണെങ്കിൽ ആ മധുരം തന്നെയാണ് കുറച്ച് സമയം എടുത്താലും നമ്മുടെ ശരീരത്തിലോട്ട് അത് തന്നെയാണ് എത്തുന്നത്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ എക്സസൈസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഇത് പതുക്കെ കൊഴുപ്പായിട്ട് തന്നെ മാറും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ റിസർച്ചാണ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത്. അപ്പൊ കൊഴുപ്പിനെ കുറിച്ച് മറ്റൊരു റിസർച്ച് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ നാട്ടില്, നമ്മളെ ഇന്ത്യയില് നമ്മൾ കൂടുതലും കഴിക്കുന്നത്, സാധാരണ കഴിക്കുന്നത് അന്നജമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് അന്നജം. ഒരു 85% നമ്മൾ അന്നജമാണ് കഴിക്കുന്നത്. നമ്മൾ കൊഴുപ്പ് എന്ന് പറയാൻ ഒരു 10% കഴിക്കുന്നുള്ളൂ. ഭയങ്കര പേടിയാണ് നമുക്ക് കൊഴുപ്പ് കഴിക്കാൻ. വെറും 5% നമ്മൾ പ്രോട്ടീനും കഴിക്കുന്നുള്ളൂ, അതും വളരെ കുറവാണ്. ഇനി ഫ്രഞ്ച് പോപ്പുലേഷൻ എടുത്ത് നോക്കാം. ഫ്രാൻസിലുള്ളവര്, അവര് 40% മാത്രമാണ് അന്നജം കഴിക്കുന്നത്. കൊഴുപ്പ് 40% കഴിക്കുന്നുണ്ട്, പ്രോട്ടീൻ 20% കഴിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആവറേജ് ബ്ലഡ് കൊളസ്ട്രോൾ ലെവല് 200-ന് താഴെയാണ്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? നമുക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അല്ലെ? അങ്ങനെയല്ലേ വേണ്ടത്? കേൾക്കുന്നുണ്ടോ? അവർക്കാണെങ്കിൽ 250-ന് കൂടുതലാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അവരുടെ ടോട്ടൽ പോപ്പുലേഷനിൽ വെറും 5% മാത്രമേ എന്തുള്ളൂ? ഡയബറ്റീസ് ഉള്ളൂ. നമ്മുടെ പോപ്പുലേഷൻ നോക്കിയാലോ 20%. അവരുടെ 5 എവിടെ കിടക്കുന്നു? നമ്മുടെ 20 എവിടെ കിടക്കുന്നു? അതേപോലെ അത് കാരണം കൊണ്ട് തന്നെ, ഡയബറ്റീസ് കാരണം കൊണ്ടും ഹാർട്ട് അറ്റാക്ക് കൊണ്ടും ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100,000-ൽ 400 പേരാണ് മരണപ്പെടുന്നത് ഒരു വർഷം. അവരെ നോക്കുകയാണെങ്കിലോ 100,000-ൽ എത്രയുള്ളൂ? 150. അപ്പോ ഇങ്ങനെ തൊട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാത്രം പറഞ്ഞു തന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൊഴുപ്പുകളെ കുറിച്ച് പഠിക്കാം. കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, എന്ത് തരത്തിലുള്ള കൊഴുപ്പ് കഴിക്കാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സയൻസ് ബാക്ക്ഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ.
ഓക്കെ. അപ്പൊ നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് കുറച്ചൊന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. പറഞ്ഞു ഡൗട്ട് പറഞ്ഞു ഞാൻ മനോഹ എന്നാണ്. പറഞ്ഞോളൂ. എനിക്ക് ഞാൻ ഡയറ്റ് എടുത്തിട്ട് 3 മാസമായിട്ടുണ്ട്. റമദാൻ ഡയറ്റ് ഉൾപ്പെടെ 3 മാസമായിട്ടുണ്ട്. ഓക്കെ മാഡം. എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണോ, വേറെ നല്ല പെരുക്കമാണോ, ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ചില നേരത്ത് മാത്രം, എപ്പോഴും ഇല്ല, നല്ല വയറ് നല്ല പെരുവിയാണ് ഇരിക്കുന്നത്. ഭയങ്കര അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. വെയിറ്റ് കുറയുന്നതും കുറവാണ്. ആദ്യത്തെ 1 മാസത്തിൽ 8 കിലോളം പെട്ടെന്ന് കുറഞ്ഞു. പിന്നെ ഇപ്പം അത് കുറയുന്നത്. മാഡം ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തായിരുന്നോ? ആപ്പിൾ സൈഡർ വിനെഗറൊക്കെ കഴിക്കുന്നുണ്ട്. 2 മാസം കൊണ്ട് കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി കഴിക്കാൻ പറയുന്നുണ്ട്. അത് 3-ാമത്തെ മാസമാണ്. എന്നിട്ടും ദഹനം നടക്കുന്നില്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തോളം സൂപ്പും ബട്ടർ മിൽക്കും ഡയറ്റ് ചെയ്യാം കേട്ടോ. അത് ഡയറ്റീഷ്യനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അങ്ങനെ ഒന്ന് ചെയ്തിട്ട് എന്നെ അറിയിക്കുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഓക്കെ. താങ്ക് യു. ഹലോ ഡോക്ടർ, ഞാൻ ഫരീദെ. ഞാനിപ്പോ 1 വീക്ക് ആയല്ലോ ഇവിടെ ഇതിൽ ചേർന്നിട്ട്. അപ്പൊ എന്റെ പ്രശ്നം വെച്ചാൽ ഗ്യാസിന്റെ തന്നെ ഗ്യാസ്ട്രൈറ്റിക്സ് ആണ്. അപ്പൊ ഫുള്ള് ഞാൻ CT സ്കാൻ MRI എല്ലാം ചെയ്ത് ഒന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അബ്ഡോമിന്റെ എല്ലാം. ഇപ്പൊ ഡോക്ടർ തന്നത് എനിക്ക് എസോഗ്രസ് ഡി എന്ന് പറഞ്ഞ ക്യാപ്സ്യൂളും കൊളോസ്പ എന്ന് പറഞ്ഞ ക്യാപ്സ്യൂളാണ് കഴിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോ ഈ ഡയറ്റ് പ്രകാരം ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടോ എന്നുള്ളത്. കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല മാഡം. ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അത് വേണോ വേണ്ടേ എന്നുള്ളത് നോക്കാം കേട്ടോ. ഇതിപ്പോ എനിക്ക് 3 മാസം കൃത്യമായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യണം ക്യാപ്സ്യൂൾ? ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ഫസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. മാഡം ഡയറ്റീഷ്യനോടൊന്ന് പറഞ്ഞാൽ മതി, നമുക്ക് അതിനുള്ള ഗൈഡൻസ് തരും കേട്ടോ. ശരി, ഫുഡിൽ തന്നെ നോക്കാം അല്ലേ? അതെ. ഹലോ ഡോക്ടർ, ഞാനും ഒരു 1 വീക്കായി ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട്. എനിക്ക് ദഹനം നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ ഡയറ്റീഷ്യനോട് പറഞ്ഞപ്പോ അവര് ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുന്നേ ഇളംചൂട് വെള്ളത്തിൽ ഗീയും അതേപോലെ രാവിലെയും ഇളംചൂട് വെള്ളത്തിൽ ഗീ ഇട്ടിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എഫക്റ്റ് ആയിട്ടില്ല അതങ്ങനെ കഴിച്ചിട്ട്. ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തായിരുന്നോ? എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കല് നടക്കൂല. ബേക്കിംഗ് സോഡ അപ്പൊ അതൊക്കെ കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് തോല് ഫുള്ളായിട്ട് പൊടിഞ്ഞു പോകും. വായിലെ തോല് മൊത്തം അതെവിടം വരെ എത്തും അവിടം വരെയുള്ള തോല് പൊളിയുന്ന പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ മാഡം ഈ പറഞ്ഞ പോലെ സൂപ്പും മോരുവെള്ളത്തിന്റെ ഡയറ്റ്, അത് പിന്നെ ബട്ടർ മിൽക്കും ഡയറ്റ് അവർ പറഞ്ഞു തരും കേട്ടോ. അതൊന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭയങ്കരമായിട്ട് വയറ് ചാടുന്നുണ്ട്. ഡയറ്റ് നടത്തിയിട്ടും വയറിനൊരു ഇതും വരുന്നില്ല. വയറാണ് ഫുള്ളുള്ളത്. കറക്റ്റ്. ഫസ്റ്റ് ആ ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് ഇതിലോട്ട് നോക്കാം കേട്ടോ. അതിന് ഗൈഡൻസ് തരും. എന്തൊക്കെ പറഞ്ഞത്? ബട്ടർ മിൽക്കും സൂപ്പും ബട്ടർ മിൽക്കും ഡയറ്റ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പറഞ്ഞു തരും. ഓക്കെ മാഡം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഞാൻ 2 മാസമായി ഇപ്പൊ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 7 kg കമ്മിയായിട്ടുണ്ട്. 75 ഉണ്ടായിരുന്നു, 68 ആയിട്ടുണ്ട്. എനിക്ക് യൂറിക് ആസിഡ് ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത്. 7 എബോ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 5 ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാവാറുണ്ട് ചില ദിവസങ്ങളിൽ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓക്കെയാണ്. അപ്പോ എന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഷുഗർ ആയിരുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയപ്പോൾ വെയിറ്റ് നല്ലോണം കൺട്രോൾ ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഹെയർ ഫോളിന്റെ ഒരു പ്രശ്നവും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു കളർ ചേഞ്ചും വരുന്നുണ്ട് ഈ ഡയറ്റ് എടുക്കുമ്പോൾ ഫേസിലൊക്കെ. കറക്റ്റ്. അപ്പൊ അത് പിന്നെ മാഡത്തിന്റെ ദഹനം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. പിന്നെ ശരിക്കും ഡയറ്റ് എടുക്കുന്ന സമയത്ത് കളർ നന്നായിട്ട് കൂടുകയാണ് ചെയ്യുക. നമുക്ക് ലിവറിന് വരുന്ന ലോഡ് കുറയുന്ന സമയത്ത്, ഫാറ്റി ലിവർ ഒക്കെ കുറയുന്ന സമയത്ത് നന്നായിട്ട് ഗ്ലൂട്ടാത്തൈൻ പ്രൊഡക്ഷൻ ഉണ്ടാവും, സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവും. പക്ഷെ ഈ ദഹനം കമ്മിയാവുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എത്തില്ല. പ്രോട്ടീൻ എത്തിക്കഴിഞ്ഞാലാണ്, പ്രോട്ടീന് ദഹിക്കാൻ നന്നായി ആസിഡ് വേണം. അങ്ങനെ ദഹിച്ച് ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാലാണ് ലിവറിന് അതിനെ പ്രോസസ് ചെയ്ത് ഗ്ലൂട്ടാത്തൈൻ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ദഹനക്കുറവുള്ളവർക്ക് ഇതുപോലെ പിഗ്മെന്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ കളർ ഭയങ്കരമായിട്ട് മുഖം ഇരുണ്ട പോലെ ഉണ്ടാവും. അപ്പൊ അത് എന്തായാലും മാഡം പിന്നെ ദഹനത്തിന്റെ കാര്യങ്ങൾ ഒന്ന് പിന്നെ ആപ്പിൾ സൈഡർ വിനെഗർ കറക്റ്റ് ആയിട്ട് കഴിക്കുക. എന്നിട്ടും ദഹനം നടക്കുന്നില്ലെങ്കിൽ
ചില ദിവസങ്ങളിൽ നല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട്, ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല. സൂപ്പും ബട്ടർ മിൽക്കും ഉള്ള കാര്യങ്ങൾ കഴിക്കാം. വിറ്റമിൻ ഡി കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ, ആ ഇൻഫെക്ഷൻ കഴിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ടും മാറുന്നില്ലെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ അതിനുള്ള പ്രത്യേകം മരുന്നുകൾ ഞാൻ അയക്കാം കേട്ടോ. ഓക്കെ സാറ് നേരിട്ട് വന്ന് കാണാൻ വല്ല സംവിധാനവും? തീർച്ചയായും. അതവര് പിന്നെ ഒന്ന് പറഞ്ഞാൽ മതി, ഡയറ്റീഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജറിന്റെ ഇത് തരും, കോൺടാക്ട്. ഹലോ, നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. എന്റെ പേര് ശ്രീന എന്നാണ്. ഞാൻ ഒരാഴ്ചയാകുന്നുള്ളൂ സാറെ ജോയിൻ ചെയ്തിട്ട്. പക്ഷെ എന്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എന്റെ കാൽപാദത്തിന്റെ അടിയിൽ ഭയങ്കരമായിട്ട് ഒരു ചൂട് വരുന്നുണ്ട് സാറേ. അതൊരു പൊള്ളുന്ന ഫീലിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മുടിയും നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ എനിക്ക് ഫുൾ ടൈം രാവിലെ ഉപ്പൂറ്റി വേദനയുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഉപ്പൂറ്റിക്ക് നല്ല വേദനയാണ്. തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടോ? തൈറോയ്ഡ് ഇല്ല സാർ, നോക്കിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് തൈറോയ്ഡ് ചെക്ക് ചെയ്യാറുണ്ട്. ദഹനക്കുറവ് വലുതായിട്ടില്ല സാറേ. വിശപ്പ് കുറവാണോ? വിശപ്പ് ഇപ്പൊ എനിക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ഞാൻ കൂടുതലും മധുരം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് എപ്പോഴും എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഒരു ചെറിയൊരു മധുരം തിന്നാൻ തോന്നും. അത് ചിലപ്പോൾ ഒരു മുന്തിരി കഴിക്കാൻ, എന്തെങ്കിലും കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വരും. കറക്റ്റ്. അപ്പോ കൂടുതലും ഒന്നുകിൽ തൈറോയിഡ് ഉണ്ടെങ്കിൽ, വേറെ ദഹനത്തിന് ഒരു ഇഷ്യൂ തോന്നില്ല. പക്ഷെ എനിക്ക് ഓക്കെ, നമ്മുടെ കാലിന്റെ അടിയിൽ ഒരു പാടുണ്ട്, ഒരു ഫേഷ്യ എന്ന് പറയുന്ന ഒരു പാടുണ്ട്. അപ്പൊ അതിന് ഡാമേജ് വരുമ്പോൾ ഈ ഒരു വലിച്ചിലും പുകച്ചിലും ഒക്കെ തോന്നും. അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലക്സ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ വിറ്റമിൻ ഡി കുറവാണെങ്കിൽ, മഗ്നീഷ്യം കുറവാണെങ്കിൽ ഒക്കെ ഇതിന് ഡാമേജ് വരാം. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്ന ഡയറ്റിൽ അതിനൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ദഹനക്കുറവുണ്ടെങ്കിൽ ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്നിട്ട് അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഇത്രയും നേരം പിന്നെ കൂടെ നിന്നതിനും അതേപോലെ ക്ലാസ് ശ്രദ്ധിച്ചതിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനൊക്കെ നന്ദി. ഞാൻ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്ലൈ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റീഷ്യന് ഒരു വോയിസ് നോട്ട് അയക്കുക. അതിന് ഞാൻ റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സ് റിപ്ലൈ ചെയ്യും. എന്തായാലും താങ്ക് യു എവ്രി വൺ. നിങ്ങളുടെ ആരോഗ്യം ഇനിയും നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ എഫേർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രയത്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും. താങ്ക് യു എവ്രി വൺ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. കുറെ ആൾക്കാരുണ്ട്.